ആദ്യ ദിവസങ്ങളിൽ DYFI പ്രവർത്തകർ അവർക്ക് സംരക്ഷണം കൊടുത്തതിനെക്കുറിച്ച് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അവരെ ആരെയും കണ്ടില്ല. അതിനുശേഷം തെരുവിലും വീട്ടിലും ഈ സ്ത്രീകൾ ആക്രമിക്കപ്പെട്ടതിൻ്റെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം അവസാനം ഇന്ന് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അന്ന് സർക്കാരുമായി പോര് വിളിച്ച ഈ തർക്കങ്ങൾ മുഴുവൻ തുടങ്ങിയ നാമജപ ഘോഷയാത്രയോടുകൂടി സർക്കാരിനെതിരെ പോര് പ്രഖ്യാപിച്ച NSS ജനറൽ സെക്രട്ടറി നമ്മളോട് പറഞ്ഞിരിക്കുന്നു, സർക്കാർ മുട്ടുമടക്കിയിരിക്കുന്നു. അതാണ് അതിൻ്റെ അർത്ഥം. ഞങ്ങൾ ഇനി ആചാര സംരക്ഷണത്തിൻ്റെ കൂടെയാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ശരി, അപ്പോൾ ആ കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഇല്ല. അല്ലെങ്കിൽ നാളെ സർക്കാർ ഇത് തിരുത്തണം. കാരണം 2 ആഴ്ച മുമ്പ് അയ്യപ്പ സംഗമം നടക്കുന്ന സമയത്ത് സത്യവാങ്മൂലം ഞങ്ങൾ തിരുത്തും എന്ന് ശബരിമലയിലെ ചാർജുള്ള ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് പറഞ്ഞു. പക്ഷേ സർക്കാർ അതിനോട് അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒന്നും പറയാതെ വേറെ ഒരു കൃത്യമായ നിലപാട് പറഞ്ഞിരുന്നില്ല. ഞങ്ങൾ നിലപാട് തിരുത്തുമെന്ന് പറഞ്ഞാൽ ശബരിമലയിൽ സ്ത്രീകൾ കയറണ്ട എന്ന നിലപാടിലേക്ക് ഞങ്ങൾ പോകും എന്നാണ് ശ്രീ പ്രശാന്ത് ഉദ്ദേശിച്ചത്. അപ്പോൾ അതില്ല എന്ന് ഒരു കൺഫ്യൂഷൻ വന്നു. പക്ഷേ ഇപ്പോൾ കൃത്യമായി പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ ശബരിമലയിൽ ആചാര സംരക്ഷണത്തിൻ്റെ കൂടെയാണ്. അപ്പോൾ ആ ഘട്ടം കഴിഞ്ഞു. ആ കാര്യത്തിൽ കൺഫ്യൂഷൻ തീർന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സംസ്ഥാന സർക്കാർ, CPM സർക്കാർ പഴയ നിലപാടിൽ നിന്ന് മാറിയിരിക്കുന്നു. 10 വോട്ടിന് വേണ്ടിയാണോ അല്ലയോ എന്നുള്ളത് കാലം പറയട്ടെ.